ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മളെല്ലാവരും വളരെ ക്യൂരിയസ് ആയിട്ടിരിക്കുമായിരിക്കും. വീണ്ടും എങ്ങനെ പഠിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് വളരെ ടെൻസ്ഡ് ആയിട്ടായിരിക്കും ചിലപ്പോൾ പലരും ഇരിക്കുന്നത്. ആദ്യമേ തന്നെ പറയാം, അങ്ങനെ ഒരു ടെൻഷൻ്റെ യാതൊരു ആവശ്യവും തന്നെ ഇല്ല. പിന്നെ നമ്മളെപ്പോഴും സയൻസ് പഠിക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി അതർ സബ്ജക്റ്റിനെ വെച്ച് നമ്മൾ കുറച്ചും കൂടെ വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. പഠിക്കുന്ന കാര്യത്തിലായാലും റെക്കോർഡ് വർക്ക് ആയാലും എക്സ്പെരിമെൻറ്റ്സ് ആയാലും എല്ലാം ബാക്കിയുള്ള നോർമൽ മീൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് സബ്ജക്റ്റുകളെക്കാളും കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളത് ആദ്യമേ പറയണം. ആ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക. ഇനി നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുക. അതുപോലെ നോട്ട്സും ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സും എല്ലാം കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സ്മൂത്തായിട്ട് നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് തന്നെയാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ മൈസെൽഫ് ജൂഫിന, ഞാനാണ് കെമിസ്ട്രി നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കെമിസ്ട്രി നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ടോട്ടൽ അവയർനെസ് ആണ് ഇപ്പോൾ ഞാനിവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ടോട്ടൽ നമ്മുടെ സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് 313 ആണ് കെമിസ്ട്രി. ടോട്ടൽ നമുക്കുള്ളത് 32 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. 32 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ 60%, അതായത് ആ 32ൻ്റെ 60% ഒരു 20 ലെസൺസ് നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കണം. ഇപ്പം നമ്മൾ ടോട്ടൽ 100 മാർക്സിനായിരിക്കും നമ്മുടെ കെമിസ്ട്രി എക്സാം. ആ 100 മാർക്സിൽ ഈ 60% ലെസൺസ്, അതായത് 20 ലെസൺസ് പഠിച്ച് നിങ്ങൾ തിയറി എക്സാം എഴുതും. ആ തിയറി എക്സാം എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 64 മാർക്സിനായിരിക്കും. 64 മാർക്കിനാണ് നിങ്ങൾ തിയറി എക്സാംസ് എഴുതേണ്ടത്. ക്ലിയർ? ഇനി റിമൈനിങ് 40%, അതായത് 12 ചാപ്റ്റേഴ്സ് പഠിച്ച് നിങ്ങൾ അതിൻ്റെ അസൈൻമെൻറ്റ് TMA പോർഷൻസ് ആണ് നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് എഴുതണം. ആ അസൈൻമെൻറ്റ് എഴുതുന്നതിനും എല്ലാത്തിനും കൂടെയാണ് ബാക്കി ഒരു 14 മാർക്സ് വരുന്നത്. ഓക്കെ, ഒരു 14 മാർക്കിന് നിങ്ങൾ എഴുതണം, ഈ അസൈൻമെൻറ്റ് എഴുതണം. അപ്പോൾ എത്രയായി? ടോട്ടൽ 80 മാർക്സ് ആയി. ഇനി റിമൈനിങ് 20 മാർക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കൽസിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ പ്രാക്ടിക്കൽസ് ഓക്കെ, ക്ലിയർ ആണല്ലോ. 100 മാർക്സിൽ 64 മാർക്സ് തിയറി എക്സാം, 16 മാർക്സ് നിങ്ങൾ ചെയ്യുന്ന അസൈൻമെൻറ്റിന്, 20 മാർക്സ് പ്രാക്ടിക്കൽസിന്. അപ്പോൾ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് ഓക്കെ, ടീച്ചർ മാർക്ക്ഡ് അസൈൻമെൻ്റ് ആണ്, അതാണ് TMA. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക വിത്തിൻ ദ ടൈം ലിമിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള മാർക്സ് പ്രൊവൈഡ് ചെയ്യും. ഇനി തിയറി മാർക്സ് നിങ്ങൾ എഴുതുന്നത് 64 മാർക്സിലാണ്. ഔട്ട് ഓഫ് 64 നിങ്ങൾ എക്സാം എഴുതുന്നതിൽ മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത് 25 മാർക്സ് ആണ്. അത് നിങ്ങൾ അച്ചീവ് ചെയ്യണം. ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യവുമില്ല. ആദ്യമേ പറഞ്ഞ പോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ് ഫോളോ ചെയ്ത് നോട്ട്സ് പഠിക്കുന്ന ഏതൊരാളിനും മിനിമം 35 മാർക്സ് എങ്കിലും വാങ്ങിക്കാൻ പറ്റും. അത് 100% ഷുവറാണ്. അപ്പോഴും ഞാൻ പറയുവാണ്, പക്ഷേ ഇത് കിട്ടണമെങ്കിൽ യു ഷുഡ് ബി വെരി സിസ്റ്റമാറ്റിക്. നമ്മൾ സയൻസ് പഠിക്കുന്ന ആ ഒരു സീരിയസ്നെസ്സോടുകൂടി തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഔട്ട് ഓഫ് 64ൽ 25 ആണ് നിങ്ങളുടെ മിനിമം പാസ് മാർക്ക് ഫോർ തിയറി എക്സാം. ലൈക്ക് ദാറ്റ് പ്രാക്ടിക്കൽസിനും മിനിമം പാസ് മാർക്ക് ഉണ്ട്. ഔട്ട് ഓഫ് 20ൽ 10 മാർക്സ് ആണ് പാസ് മാർക്ക് വരുന്നത് പ്രാക്ടിക്കൽസിന്. അപ്പോൾ പ്രാക്ടിക്കൽസിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട. നിങ്ങൾ സ്റ്റഡി സെൻറ്ററിൽ പോവുക, അവരവിടെ നിന്ന് നിങ്ങൾക്ക് പ്രാക്ടിക്കൽസിൻ്റെ ക്ലാസ് എല്ലാം പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ റെക്കോർഡ് വർക്കും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ടോട്ടലായിട്ട് നമ്മുടെ കെമിസ്ട്രി സബ്ജക്റ്റിനെ കുറിച്ച് പറയേണ്ടത്. പിന്നെ ഇതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന 20 ലെസൺസും നമ്മുടെ എക്സാമിനുള്ള 20 ലെസൺസും വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിപ്പിക്കും. അതിൻ്റെ നോട്ട്സും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ക്ലാസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF-ഉം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് പ്യുവർലി ബേസ്ഡ് ഓൺ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എവിടെ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ നിങ്ങൾ ഏബിൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുക. ആൻഡ് ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ് എല്ലാവരും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നോട്ട്സും ടെക്സ്റ്റും ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്.